ഗൈസ്, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് വാക്കിംഗ് ഡെഡ് ഒന്ന് ട്രൈ ആക്കി നോക്കാന്ന് വെച്ചാൽ എന്താണ് തന്നെ ഏതോ ഒരു സിറ്റിയാണ് കാട്ടണേ. എന്തോ ഒരു കേസിന് പിടിച്ചിട്ട് നമ്മളെ പോലീസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. ഓഫീസർ പറയണ നമ്മളിങ്ങനെ ഇരിക്കണ കണ്ടിട്ട് നമ്മളൊരു നിരപരാധിയായിട്ടാണ് തോന്നണേന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഓഫീസർ പറയണ ഓഫീസർ ഇതേപോലെ കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ട്, അപ്പൊ അവരൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയാറ്. നമ്മൾ സൈലന്റ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ടായിരിക്കും ഓഫീസർക്ക് അങ്ങനെ തോന്നിയ നിരപരാധിയാണെന്ന്. ഓഫീസർക്ക് റേഡിയോയിൽ എന്തോ കോളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ ആംഗിൾ തിരിച്ചു നോക്കാൻ പറ്റൂട്ടാ. ഓഫീസർ നമ്മുടെ കേസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മേക്കണിന്നുള്ളതാണോ എന്നാണ് ഓഫീസർ ചോദിക്കണത്. Yep, came up to Atlanta to be a city cop in the 70s. Always wanted to work a murder case, like that senatorial mess you got yourself mixed up in. ഓഫീസർ 70s മർഡർ കേസിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്ന്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയണത്. മറ്റേ സബ് ടൈറ്റിൽ ഓണാക്കാത്തതുകൊണ്ട് പകുതിയൊന്നും മനസ്സിലാവുള്ളതാണ്. ബേസിക്കലി ഒന്നുമില്ല, നമ്മളെന്തോ കേസിനെ പിടിച്ചിട്ട് പ്രിസണിലേക്ക് കൊണ്ടുപോവാണ്. ഓഫീസർക്ക് കുറച്ച് നമ്മൾ നിരപരാധിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു. വൈഫിനെ കുറിച്ചാണ് ചോദിക്കണേ. ഓഫീസർ അതിനെ കുറിച്ച് എങ്ങനെ കാണണേന്നാണ് ചോദിക്കണേ. ഓക്കെ, നമുക്കറിയില്ല. നോട്ട് റിയലി. കുറ്റബോധം ഉണ്ടോന്നാണ് ചോദിക്കണേ, റോങ് വുമണിനെ കല്യാണം കഴിച്ചതിൽ. ഓക്കെ, നമ്മുടെ റിപ്ലൈ ചിലപ്പോൾ അവളായിരിക്കും റോങ് മാനെ മാരേജ് ചെയ്തതാണ്. ഓക്കെ, ഓഫീസറിനെ വിളിക്കണുണ്ട്. ഓക്കെ, റേഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് പുള്ളി. ഓഫീസർ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആണ് പറയണത്. മുന്നേ ഇതേപോലെ കാറിൽ ഒരുത്തനെ കൊണ്ടുപോയിപ്പോ അവൻ ഇതേപോലെ നിരപരാധിയാന്നൊക്കെ കിടന്ന് കരഞ്ഞു, അങ്ങനെ കുറെ പറഞ്ഞു. അങ്ങനത്തെ സംഭവമാണ് പറയണത്. അപ്പൊ നമ്മൾ ചോദിക്കണേ, ചിലപ്പോ ആള് ശരിക്കും നിരപരാധിയായിരുന്നെങ്കിലോ. പുള്ളി വൈഫിനെ കൊല്ലം ഡയറക്റ്റ് കയ്യോടുകൂടി പിടിച്ചതാണ്. എന്നിട്ടാണ് പുള്ളി ഇരുന്ന് പറയണ പുള്ളി ഇന്നസെന്റ് ആണ് എന്ന് പറഞ്ഞ് കരയണുണ്ടായെന്ന്. നേരെ നോക്കി വണ്ടി ഓടിക്കടോ ഓഫീസർ. ഇയാള് ബാക്കോട്ട് തിരിഞ്ഞിരുന്ന് വർത്താനം പറഞ്ഞ് വണ്ടി ഇടിപ്പിച്ചു. ഓക്കെ, ഇത് എന്തോരം മറച്ചിലും പറയണേ. ഓക്കെയിലേക്കാണ് അറിയണത്.